അങ്ങ് 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഒരു ദിവ്യ തേജസ് ഉദിച്ചിരുന്നു. ആ ഉദയം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇതാ, മറിയ എന്ന കൊച്ചു ബാലികയ്ക്ക് മുന്നിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് അരുളി ചെയ്യുന്നു. ദൈവഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാലിക. മറുവശത്ത് ജോസഫ്. ഉറക്കമില്ലാത്ത രാവുകളാണ് അവന് മുന്നിൽ. എന്നാൽ മറുവശത്ത് ഈ വാർത്ത അറിഞ്ഞതും ജോസഫിന് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തപ്പെടേണ്ടി വരുന്നു. അപ്പോൾ അവനും ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുന്നു, നിനക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയ പരിശുദ്ധാത്മാവിലാണ് ആള് ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന്. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് ദൈവം നമ്മോടുകൂടെ എന്ന് പേരിനർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരിടണം എന്നും അവനോട് പറയുകയും ചെയ്തു. ശേഷം മറിയയും ജോസഫ് വിവാഹത്തിലൂടെ ഒരുമിക്കുകയും മറിയയുടെ പ്രസവ സമയം അടുക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് കാണുന്നത്. മുന്നമേ എഴുതപ്പെട്ട രക്ഷകൻ ഇവിടെ ജനിക്കാൻ പോവുകയാണ്. ഹെരോദ രാജാവിൻ്റെ കൊട്ടാരം. രാജാവിന് ആദ്യം അണയാത്ത നിമിഷങ്ങൾ. രക്ഷകനായ യേശു, ഇസ്രായേലിൻ്റെ രാജാവ്, കൊട്ടാരത്തിൽ ജനിച്ചു എന്ന് കരുതി ആ രാജകുമാരനെ കാണാനായിട്ട് 3 വിദ്വാൻമാർ അവിടേക്ക് വരുന്നു. ഹെരോദാവിന് ആദ്യം വീണ്ടും വീണ്ടും കൂടുന്ന ഒരു നിമിഷമാണ് ഇവിടെ ദൃശ്യമാവുന്നത്. അതൊരു സദ്വാർത്തയല്ല എന്ന് ഹെരോദാവ് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു രാജകുമാരൻ ജനിച്ചു എങ്കിൽ ഈ വിദ്വാൻമാർ അത് കാണുന്നു എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം തിരികെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് അവൻ എവിടെ ജനിച്ചു, അവൻ ആരുടെ മകനാണ് എന്നുള്ള വിവരം ഹെരോദാവിനെ അറിയിക്കണമെന്നും ഹെരോദാവ് ആ 3 വിദ്വാൻമാരോട് പറയുകയും അതനുസരിച്ച് ചെയ്തുകൊള്ളാം എന്ന് വിദ്വാൻമാർ ഉറപ്പ് കൊടുക്കുകയും ചെയ്തതിന് ശേഷം വിദ്വാൻമാർ അവിടുന്ന് വീണ്ടും ഈ രാജകുമാരനെ തിരക്കി, ലോകരക്ഷകനായ രാജകുമാരനെ തിരക്കിയുള്ള യാത്ര തുടരുന്ന ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വിദ്വാൻമാർ യാത്ര തിരിച്ചപ്പോൾ അവർക്ക് വഴികാട്ടിയായ ഒരു നക്ഷത്രം ഉദിച്ചിരുന്നു കിഴക്ക് ദിക്കിൽ നിന്ന്. ആ നക്ഷത്രം ഈ ദേശത്തേക്കാണ് അവരെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അവർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ എത്തപ്പെട്ടതും ഒരു രാജകുമാരനാണല്ലോ, രാജകീയമായ ഒരു വരവേൽപ്പായിരിക്കുമെന്ന് വിചാരിച്ചാണ് അവരിവിടെ എത്തിയത്. ഈ രാജകൊട്ടാരത്തിൽ കുഞ്ഞില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ വിദ്വാൻമാർ തിരികെ പോകാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തനിക്കൊരു പിൻഗാമി ഉണ്ടാകുന്നതിൽ പോലും അസ്വസ്ഥനായ രാജാവ് അവരെ നിർബന്ധിച്ച് കുഞ്ഞിനെ കണ്ടുപിടിച്ച് ആ വിവരം തിരികെ അറിയിക്കാനാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് അവർ യാത്രയാവുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് ആട്ടിടയന്മാരെയാണ്. ആട്ടിടയന്മാർ അവരുടെ ജോലി ചെയ്യുന്നതിനിടയിൽ അവർക്ക് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുകയും ദൂതൻ അവരോട് അറിയിക്കുകയും ഈ സർവ്വലോകത്തിനും ഒരു രക്ഷകൻ ജനിച്ചു എന്നും ആ രക്ഷകൻ ബേത്ലഹേമിലെ പുൽക്കൂട്ടിലാണെന്നും നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് കിഴക്ക് ഒരു നക്ഷത്രമുണ്ടെന്നും ആ നക്ഷത്രം നിൽക്കുന്ന സ്ഥലത്ത് കുഞ്ഞിൻ്റെ ജനന സ്ഥലവും ആണ് എന്നും അവരോട് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ മറിയയും ജോസഫ് കുഞ്ഞുമായിട്ട് മാലാഖമാർ സ്വർഗീയ രാജകുമാരന് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്തുതി പാടുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് അവിടെ ആദ്യമായി കുഞ്ഞിനെ കാണാനായിട്ട് ആട്ടിടയന്മാരെത്തുന്നു. ആ വലിയ സൗഭാഗ്യം അവർക്കാണുണ്ടായത്. ലോകരക്ഷകനെ ആദ്യമായി കണ്ടത് ആട്ടിടയന്മാരാണ്. സാധാരണക്കാരായ വിഭാഗത്തിനാണ് ആ ഒരു സൗഭാഗ്യമുണ്ടായത്. അതുപോലെ തന്നെ ആ നക്ഷത്രം അതൊരു സൂചനയായിരുന്നു. ആ സൂചിക അവരെ യഥാസ്ഥാനത്ത് എത്തപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. പിന്നീട് അവരെ കാണുന്നത് ആ 3 വിദ്വാൻമാരാണ്. ആ വിദ്വാൻമാരെത്തുമ്പോൾ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന് കാഴ്ചവെക്കാനായിട്ട് പൊന്ന്, മോര്, കുന്തിരിക്കവുമായാണ് അവരെത്തപ്പെടുന്നത്. ആട്ടിടയന്മാർ സാധാരണക്കാരായതുകൊണ്ട് തന്നെ ലോകരക്ഷകനെ സാധാരണക്കാരുടെ ഇടയിൽ തന്നെ തിരക്കി. എന്നാൽ ലോകരക്ഷകനെ വിദ്വാൻമാർ തിരക്കിയതോ കൊട്ടാരത്തിൽ. അവരുടെ ചിന്താഗതികളാണ് അവരെ കൊട്ടാരത്തിലേക്ക് നയിച്ചത്. ഈ ക്രിസ്മസ് രാവിൽ മാത്രമല്ല, ഇനിയുള്ള ദിനങ്ങളിലും നമ്മുടെ ചിന്താഗതികൾ നന്മയിലേക്കായിരിക്കട്ടെ.